പരാജയ് നോക്കട്ടെ. നിന്റെ മുമ്പ് തന്നെ നോക്കാം നമുക്ക്. നിന്റത് നീ പഠിച്ചു ജോയിൻ ആയതല്ലേടാ? ഞാൻ വെള്ളിയാഴ്ച. നാളെ വരും കേട്ടോ. ആ കാഞ്ഞങ്ങാട് കാണിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പോ ഓക്കെ. അപ്പം ഇന്ന് എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ആൾക്കാരുണ്ട്. ഫുൾ പ്രസന്റ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം ലാബിൽ പോയവര് ഇന്നെന്താ ചെയ്തത്? ലാബിൽ പോയവര് ഇന്നെന്താ ചെയ്തത്? നോക്കി കിട്ടിയിട്ടല്ലോ, പിന്നെ കഴിഞ്ഞിട്ടല്ലോ. അതുല്ലേനാ എന്ത് ചെയ്തെന്ന് പറയുമോ? എന്താണ് നിങ്ങൾ അതിലെ 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 ഇന്നെന്തിയാ നിങ്ങൾ ചെയ്തത് ലാബെന്ന്? PSP വൈഫൈ കണക്ട് ആക്കേണ്ട. വൈഫൈ SSID പാസ്വേഡ് അടിക്കണം. നിന്റേത് അടിക്കാം, ക്യൂരിയോസിറ്റിത് വയ്ക്കാം. നിന്റെ ഇതിന്റെ ഫോൺ വെച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് അതിന്റെ SSID പാസ്വേഡ് അടിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർ ജസ്റ്റ് കേട്ടിരിക്കാം കേട്ടോ. ഞാൻ ഇല്ല ഡൗൺലോഡ് ആക്കിയ ആർഡിന് ID മാറ്റുണ്ടോ? ലോഡാവാൻ സമയം എടുക്കുന്ന വിഷയം. അഖിലല്ല, അഭിനന്ദ് ഓൾഡ് ഡൗൺലോഡ് അയച്ചിട്ടുണ്ടായേ. അടുണ്ട് സാറുണ്ടായിനാ? ആ സാറ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് വന്നിന്. നിങ്ങൾ എത്രയാ വന്നേ? ഞങ്ങള് 4:40 4:50 വന്നു. എല്ലാവരും അർജുൻ ID ഓപ്പൺ ആക്കിട്ട് വെക്കാം കേട്ടോ. കണ്ടോ, എന്റെ അർജുൻ ID പ്രത്യേക തരം ജീവിനെ പോലെയാണ് പെരുമാറുന്നത് എന്നോട്. ഞാൻ ഡൗൺ ആക്കേണ്ട പ്രശ്നമാണ്. ഒരു വർഷനായി നിങ്ങൾ ഡൗൺ ആക്കേണ്ടത്. ഏതോ ബഗ്ഗിന്റെ പ്രശ്നമാണ്. സമയം എടുക്കും. എടാ ശിവേന്റെ നീ എന്താക്കുന്നിടാ? എന്നിട്ട് ശിവേന്റെ എന്താക്കുന്നിടാ? നീ ചേരുന്ന എന്നിട്ട് ചേരാ. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ് കേട്ടോ. ഓക്കെ ഓക്കെടാ, ശരി. ഓക്കെ സുപ്രീത്തെ, ഞാൻ ശനിയാഴ്ച വിദ്യാലയം വരും. ശരിയേട്ടാ. പോയിക്കോടാ. അവിടെ ലാബിലെ ആൾക്കാരുണ്ടായില്ലേ? ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ തന്നെ തുറന്നോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ എന്താ പറയാൻ വേണ്ടിണ്ടായേ? ഓക്കെ. ഇതില് കണ്ടോ ഇവനെ അതിലെ കണ്ടോ? ഇവിടെ ഞാൻ SSID പാസ്വേഡ് വെച്ച കണ്ടോ? ഇവിടെ എന്തിന്റെ പാസ്വേഡ് കൊടുത്തേ? കാണുന്നില്ലല്ലോ. ക്ലിയർ ഇല്ലേ? ക്ലിയർ ഇല്ല. ഇപ്പോഴോ? ക്യൂരിയോസിറ്റി വൈഫൈ ആണ് കൊടുത്തത്. നമ്മുടെ ലാബിലത്തെയാണ് കൊടുത്തത്. കണ്ടോ? പിന്നെ
അജയ് ക്ലിയർ ഇല്ല ഇപ്പൊ ഒക്കെ അല്ലേ മോനെ വിളിക്കണ്ടേ ഞാൻ അറിയാതെ പറഞ്ഞത് എനിക്ക് ക്ലിയർ ഇല്ല. ആ വൈഫൈ പ്രശ്നമായിരിക്കും. എനിക്ക് ഒരു സൈഡിലേക്കായിട്ടാണ്. സൈഡാ സൈഡ് മീൻസ് വലുതായിട്ടില്ല, ചെറുതായിട്ടാണ്. ഇപ്പോഴും കാണുന്നില്ല. ഞാൻ ഫോൺ ഇപ്പൊ നേരെ, ഇപ്പൊ ക്ലിയർ ഉണ്ട്, ഇപ്പൊ നേരെ. പിന്നെ അപ്പൊ ടോട്ടൽ 14 ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാച്ചിൽ 14 ആൾക്കാരുണ്ടല്ലേ. 14 അതിലെ 13 അടുത്തുള്ള പറഞ്ഞ ഇത്ര ഉണ്ടല്ലേ. അതില് 7 എണ്ണം ഓക്കെ ഓക്കെ. ഇതിന് കണ്ട അതിലെ ഞാൻ വലിഞ്ഞു കയറി വന്നവനാണ്. അതെ കണ്ടു. അതാ ക്യൂരിയോസിറ്റി കൊടുത്തിട്ടുണ്ട് ക്രെഡൻഷ്യൽസ്. പിന്നെ ഞാൻ ബ്ലിങ്കെല്ലാം ഇങ്ങോട്ട് യൂസ് ആക്കാൻ പറഞ്ഞേ. ബ്ലിങ്കിന്റെ ഐഡിയും നെയിമെല്ലാം കിട്ടും, ടോക്കൺ എല്ലാം കിട്ടും. കിട്ടീനാ ടോക്കണും ഒതന്റിക്കേഷൻ ടോക്കണും നെയിമും ഐഡിയും കിട്ടീനാ. ഓക്കെ, പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് മറ്റേ അഭിനന്ദ് മറ്റേ അടുന്ന് പഴയ വെർഷൻ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടായി. അപ്പൊ അതില് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ആക്കാൻ കഴിഞ്ഞില്ല നേരെ. നിന്റെ ലാപ്പിലില്ലേ? ഞാൻ എന്റെ ലാപ്പ് കുത്തിയില്ല, മറ്റേ ഇത് വെച്ചിട്ട് മോണിറ്ററിൽ കണക്ട് ആക്കിയിട്ടില്ല. ഓൻ്റെ കണക്ട് ആക്കി. നോക്കാം നെക്സ്റ്റ് വീക്കോ മറ്റോ ഞാൻ വരാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഉറപ്പൊന്നുമില്ല. വേറെ കോഴ്സിന് പോയാണ്ടാ ഇവിടെ ചെറുത്തൂരും പോയാണ്ട്, പിന്നെ കുമ്പളയിലും പോയാണ്ട്. അവിടെ വില്ലേജ് വർക്കില് ആളുടെ വില്ലേജ് വർക്ക് അവിടെ സെഷൻ എടുക്കാണ്ട്. മറ്റേ അഫീഫയാ നിക്ക് ആക്സസ് ഉണ്ടടാ. എന്ത് ഖദീജ ചേച്ചിയല്ലേ? നിക്ക് എന്നോട് പറഞ്ഞ ഞാൻ നിക്ക് ആക്സസ് എടുത്തില്ലേ. ഞാൻ നിക്ക് പറഞ്ഞേ എടാ കാണുന്നല്ലടാ, ക്യാമറ കാണുന്നല്ലടാ. ഓക്കെ അപ്പം ഓക്കെ അല്ലേ? നല്ല കാണുന്നുണ്ടല്ലോ. ഇല്ല ചെറിയ പ്രശ്നം. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആണോ? ഹലോ സ്ക്രീന് വലുതാക്കുവാ. പിന്നാക്കിയാ വലുതാവൂല, അത് ഞാനാക്കാം. ഓക്കെ അല്ലേ? ഞാൻ സ്റ്റെക്ക് ആയിട്ടിരിക്കുന്നേ. എന്ത് കാസ്റ്റ്. ഓക്കെ ചെക്കാന്നില്ലല്ലോ. ഇല്ല ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മിപ്പം ഷാസില് കയറിയോ? ഷാസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇതിന്റെ റെക്കോർഡിങ്ങും ഞാൻ എടുക്കുന്നുണ്ട്. കയറാത്തവർക്കും ഇനി ഡൗട്ട് ഉള്ളവർക്കും ആ ഒരു റെക്കോർഡിങ് കേൾക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ബോർഡിന്റെ പേരെന്താ? എല്ലാരും നമുക്ക് ക്ലാസ് ആർഡിനോ. എല്ലാരും നന്നായിട്ട് എന്താണ് ശരിക്കും ആർഡിനോ? എന്താണ് ശരിക്കും ആർഡിനോ ബോർഡ്? ബ്രെയിൻ അല്ലേ? യെസ്, ബ്രെയിൻ ആണല്ലേ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ബ്രെയിൻ ആണ് ബേസിക്കലി ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത് അല്ലേ? ആണ്.
C++ൽ നമ്മ ഒരുപാട് ഡാറ്റാസിന്റെ പേര് പഠിച്ചു അല്ലേ? ഡാറ്റാസിന്റെ ബോക്സ് അറേഞ്ച്മെന്റ്സിന്റെ പേര് പഠിച്ചു. ഏതൊക്കെയാ? ഇൻഡിജർ, ക്യാരക്ടർ. ഫ്ലോട്ട്, സ്ട്രിങ് അല്ലേ? എല്ലാം പഠിച്ചില്ലേ? യെസ്. അപ്പം എല്ലാവരും അവരവരുടെ അർഡിനോ ബോർഡ് എടുത്തോ? കാണുന്നുണ്ടല്ലോ. എടുത്തോ എല്ലാരും എടുത്തു. എല്ലാവരും എടുക്കും. എടാ ക്ലിയർ ഇല്ലേടാ വീഡിയോ? ഇത് 180p ക്യാമറയിൽ നോക്കട്ടെ. അതെടാ അന്ന് ഞാൻ ഇല്ലേ 720p ഇതാണ് യൂസ് ആക്കിയത്. ഹൈ സെറ്റിൽ വെച്ചിട്ടുണ്ടല്ലോ. തീരില്ലടാ നിക്ക്. ഞാൻ ഇല്ലേ വീട്ടിലേക്ക് ഫ്ലാഷ് അടിച്ചാല് ഇപ്പൊ കാണുന്നല്ലേ? പോട്ടെ, അതിന്റെ ആവശ്യമില്ല എനിക്ക് പറഞ്ഞാല്. ഓക്കെ, അതിനെക്കാട്ടും നിങ്ങൾക്ക് ഞാൻ അല്ലല്ല ഇത് കുറച്ചും കൂടി വില കൂടിയതൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും സ്ക്രീനൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ ഓക്കെ, അപ്പൊ നമ്മൾ ആർഡിനോ ബോർഡ് എല്ലാവരും എടുത്തോ? എടുത്തല്ലോ. ഓക്കെ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആർഡിനോ ബോർഡ് കാണിച്ചു തരാം ഞാൻ കേട്ടോ. ആർഡിനോ ശരിക്കും പേരെന്താ? ആർഡിനോ ഇതാണ് നിങ്ങൾക്ക് ഇതിന്റെ ബോർഡ്. അല്ല, നിങ്ങൾക്ക് ഇതില് ഈ ടൈപ്പ് ബോർഡാണ് കയ്യിലുള്ളത്. ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ബോർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇതിൽ ഒരുപാട് പിൻസ് ഇല്ലേ? ഉണ്ടല്ലോ. എത്ര പിൻസ് ഉണ്ട്? വീട് നിങ്ങളുടെ 1 2 3 4 5 6 7 8 9 10 പിന്നെ ഇങ്ങോട്ടുണ്ട്. 1 2 0 to 7 8 പിന്നെ ഇങ്ങോട്ടുണ്ട് അല്ലേ? പിന്നെ ഇവിടെ 1 2 3 4 5 6 7 8 പിന്നെ ഇങ്ങോട്ടുണ്ട്. ഇവിടെ ഒരു 6 പിന്നുണ്ട് ഇല്ലേ? ഉണ്ട്. പിന്നെ ഇവിടെയുണ്ട് ISCP എന്ന് പറഞ്ഞ പിൻസ് ഇവിടെയുണ്ട് ഇല്ലേ? പിന്നെ ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു കണക്ട് ചെയ്യുന്ന ജാക്ക് ഉണ്ട്, ഇവിടെ ഒരു കണക്ട് ചെയ്യുന്ന ജാക്ക് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട് അല്ലേ? ഉണ്ട്. ഇതിന്റെ എല്ലാം നടുക്ക് ഇവിടെ ഒരു സാധനം കണ്ടാ? ചെറിയ ചിപ്പ് ഉണ്ടല്ലേ? ഉണ്ടല്ലോ, ചെറിയ ചിപ്പില്ലേ? അതാണ് നമ്മുടെ ശരിക്കുള്ള ബ്രെയിൻ. അതായത് നമ്മുടെ മനുഷ്യന്റെ ഈ ബ്രെയിനിന്റെ തലയോട്ടിയില്ലേ? സ്കെലട്ടൺ ഇല്ലേ? സ്കള്ളില്ലേ? അജയ് മാറ്റാക്കടാ. ഓക്കെ, നമ്മുടെ സ്കള്ളില്ലേ? ആ സ്കള്ള് പോലെയാണ് ഈ നീല കളറിലെ ബോർഡ്. ഓക്കെ, അപ്പൊ ശരിക്കും ബ്രെയിൻ സ്കള്ളിന്റെ അകത്തല്ലേ? തലയോട്ടിന്റെ അകത്തല്ലേ? ആ ശരിക്കുള്ള ബ്രെയിൻ ആണ് ഇത്. അപ്പൊ ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ സ്കൾട്ടൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ നമുക്ക് പറയാം. നമ്മ ഇതിനെ കാണിക്കുമ്പോ ബ്രെയിൻ എന്നല്ലേ പറയുന്നേ അല്ലേ? അതിന്റെ അകത്താണ് ശരിക്കും പറഞ്ഞ ബ്രെയിൻ ഉള്ളത്. അങ്ങനെ ഇതിനെ ടോട്ടലി നമുക്ക് ബ്രെയിൻ എന്ന് പറയാൻ കുഴപ്പമില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാല് ആർഡിനോ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡല്ലേ? ഏതെങ്കിലും പ്രൊജക്റ്റിനാ
ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ബോർഡാണ് എന്ത് ആർഡിനോ എന്ന് പറഞ്ഞ അല്ലേ അല്ലേ? ആ ഒരു പ്രൊജക്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ബോർഡാണ് ആർഡിനോ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ബ്രെയിൻ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയാം. മനസ്സിലായോ? എന്ത് പറയാം? ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ആർഡിനോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് എന്ത് എന്ന് പറയാം? ഡെവലപ്മെന്റ് ബോർഡ് ആണ്. നോട്ട് ചെയ്തോ? ആർഡിനോ നമുക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയാം. ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയാം. ഓക്കെ. അപ്പം ശ്രദ്ധിച്ചോ? അപ്പൊ ശരിക്കും ബ്രെയിനിന്റെ പേര് എന്താ? ശരിക്കും ഇതൊരു മൈക്രോ കൺട്രോളർ ആണ്. വെരി ഗുഡ് ശിവാൻ. പക്ഷെ അതിന് പേരുണ്ട്. കുറെ ഇങ്ങനത്തെ ചിപ്പ് ഉണ്ടാവും, കുറെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ടാവും. പക്ഷെ ഓരോ മൈക്രോ കൺട്രോളറിന് ഓരോരോ പേരാണ്. അപ്പൊ ഇതിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ അറ്റ്മെഗ 3283 എന്നാണ്. അറ്റ്മെഗ 3283 ഇത് അയച്ചിട്ടുണ്ട്, ഞാൻ കമന്റ്സിൽ അയച്ചിട്ടുണ്ട്. അറ്റ്മെഗ 3283 എന്താ അറ്റ്മെഗ 3283. അപ്പൊ ശരിക്കും ബ്രെയിന്റെ ചിപ്പ് ഇതാണ് ശരിക്കും ബ്രെയിന്. മനസ്സിലായോ? ഈ ചിപ്പ് ഇതിന്റെ പേരാണ് അറ്റ്മെഗ 3283. ഓക്കെ ആണോ? അറ്റ്മെഗ 3283. ഓക്കെ അല്ലേ? അപ്പൊ ആർഡിനോ എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിനായിട്ട് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശരിക്കും അത് എന്താ? ഒരു ഡെവലപ്മെന്റ് ബോർഡാണ്. അതിന്റെ അകത്തിൽ ശരിക്കും മൈക്രോ കൺട്രോളറിന്റെ പേരാണ് എന്ത്? അറ്റ്മെഗ 3283. മനസ്സിലായോ? എടാ മനസ്സിലായടാ? മനസ്സിലായോ മിലേഗിന് മനസ്സിലായോ? ഓക്കെ. അപ്പം അതവിടെ വെക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു തരാൻ പോവാണ്. ഇൻപുട്ട് ആൻഡ് എന്തായിരിക്കും അടുത്തത്? ഔട്ട്പുട്ട്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്? അറിയുന്നവർ പറയാം. അറിയുന്നവർ പറഞ്ഞോ. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്? കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സാധനം ഇൻപുട്ട് അല്ലേ? അതെ. ഔട്ട്പുട്ട് അതിന്റെ റിസൾട്ട്. പിന്നെ അടുത്ത ആള് എക്സാമ്പിൾ പറഞ്ഞാ ഇപ്പൊ ഇത് കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് അല്ലേ? കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസ്. പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ്. ഈ അഖിലിനെ പോലെ സംസാരിക്കുന്നവരാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഞാൻ പെണ്ണെ പറയുന്നല്ല, നേരെ പറഞ്ഞ കേട്ടോ. ഐ ക്യാൻ സെൻസ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും എൻഗേജ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുടിപ്പിക്കും. ഞാൻ ഫസ്റ്റേ പറഞ്ഞ എല്ലാ സ്റ്റുഡൻസിനോടും അതേ ഒരേ കാര്യമാണ് പറയുന്നത്. ലാസ്റ്റത്തെ അവർ പിന്നെയും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇവിടെ മാത്രമല്ല ഹെൽപ്ഫുൾ ആവുന്നത്, എല്ലായിടത്തും ഹെൽപ്ഫുൾ ആവും. ഓക്കെ, യെസ്. അപ്പം നീയും ചോദിച്ചാൽ അതൊരു സംശയമല്ലോ. നീ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ അടിക്കണ്ടാവോ? ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഓക്കെ. അപ്പം അഖില് പറഞ്ഞത് ശരിയാണ്. നമ്മ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് കൊടുക്കുന്നത് ഇൻപുട്ട്. നമ്മുടെ മൗസ്
ഇൻപുട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഔട്ട്പുട്ടിന് വേറൊരു സാധനം പറഞ്ഞേ, പ്രിന്റർ അല്ലാതെ മോണിറ്റർ. മോണിറ്റർ, സ്പീക്കർ. യെസ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതാണ് ക്രൂഷ്യൽ മൊമെന്റ്. എനിക്ക് ഈ ഒരു അർഡിനോ ബോർഡിന്റെ ഈ ഒരു പിന്നിലേക്ക് ഒരു LED കണക്ട് ചെയ്യണം. ആ LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ അർഡിനോനെ സംബന്ധിച്ചിടത്തോളം, അതിൽ പറയണ്ട, അർഡിനോനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു LED ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട്. വെരി ഗുഡ്. ഇനി ഞാൻ റോബോട്ടിന് വേണ്ടി 2-3 മോട്ടർ വെക്കുന്നുണ്ട്. അപ്പോ അർഡിനോനെ സംബന്ധിച്ചിടത്തോളം മോട്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട് ആണ്. ഇനി ആണോ? ഇൻപുട്ട് ആണോ? നാം മോട്ടറിന് കൊണ്ട് സെൻസ് ചെയ്യുന്ന മോട്ടറിന്റെ കറക്കാണ്. അർഡിനോ കറക്കാണ്. അല്ലേ? അർഡിനോ അല്ലേ കറക്കുന്നേ? അപ്പൊ അതാണ് ഔട്ട്പുട്ട്. മനസ്സിലായ? പണ്ടത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെ മാത്രമേ നമുക്ക് അറിഞ്ഞിട്ടു? മൗസ്, കീബോർഡ്, പ്രിന്റർ, പിന്നെ ഡിസ്പ്ലേ, മോണിറ്റർ, ക്യാമറ, അത് മാത്രമേ നമുക്കറിയൂ. ആക്ച്വൽ റോബോട്ടിക്സിന്റെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഇതാണ്. മനസ്സിലായോ? ഇനി കുറച്ചുകൂടി ഹാർഡസ്റ്റ്, ഫിംഗർ പ്രിന്റ് സെൻസർ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അർഡിനോക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫിംഗർ പ്രിന്റ് സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഇൻപുട്ട് അല്ലേ? പറയാൻ പറ്റും. ആണ്, ഇൻപുട്ട് ആണ് കേട്ടോ. ഇൻപുട്ട് ആണ്. ഇതാണ് അർഡിനോന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ. കണ്ടില്ലേ? നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി അർഡിനോ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ സാറില്ല, നല്ലത്. ഇത് ലാബിലുണ്ട് കേട്ടോ. വർക്ക് കണ്ടില്ലേ? ഇത് ഏതാ? ഇൻപുട്ട് ആണ്. ഓക്കെ, ഇത് ഇൻപുട്ട് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്യാസ് സെൻസറോ? നിങ്ങൾക്ക് ഗ്യാസ് സെൻസർ വന്നിട്ട് ഗ്യാസ് സെൻസർ ഇല്ല? അതുണ്ട്. ഗ്യാസ് സെൻസർ ഞാൻ മറക്കില്ല, അത് ഉറക്കുന്നില്ല. ഇതാണ് ഗ്യാസ് സെൻസർ. ഓക്കെ, അത് അർഡിനോനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഇൻപുട്ട്. ആര് ഔട്ട്പുട്ട് പറഞ്ഞേ? പറടാ, തെറ്റ് സംഭവിക്കാലോ. ശിവൻ. വേഗം ശിവൻ എന്താ പറഞ്ഞേ? ഇവിടെ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഇൻപുട്ട് ആണ്. ഓക്കെ അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് മനസ്സിലായോ? ഇതൊന്നും മൈൻഡ് ആക്കണ്ട. ഇത് ഗ്യാസ് സെൻസർ ആണ്. ഗ്യാസിനെ ലീക്കേജ് ഡിറ്റക്ട് ആക്കുന്നതാണ് ഇത്. ഗ്യാസ് സെൻസർ നമ്മുടെ കിറ്റിലുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ചത് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഫിംഗർ പ്രിന്റിനെല്ലാം സെൻസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അതിനെ വേറെ കാണിച്ചിട്ടില്ല, അത്രയാണ്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ണിനെ പോലത്തെ ഒരു സാധനമില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് തന്നില്ല. അതില്ലല്ലോ. ഇല്ല അല്ല. ഓക്കെ, അതിനാ അൾട്രാസോണിക് സെൻസർ എന്നാണ് പറയുന്നത്. അതില്ലേ, പക്ഷെ ലാബിലുണ്ട് കേട്ടോ. അത് തരാത്തൊന്നും കൊണ്ടല്ല, അത് സ്റ്റോക്കിലുണ്ടല്ലോ സാധനം കേട്ടോ. ഇത് ശരിക്കും ഇതാണ് നിങ്ങൾക്ക് തരേണ്ടത്. ഇതാണ് ആ സാധനം. ഇത് നാം ഫസ്റ്റ് ചെയ്യുന്ന റോബോട്ടിന്റെ കണ്ണാക്കി നോക്കുന്ന സാധനമാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. എത്ര ഡിസ്റ്റൻസ്, എത്ര സെന്റിമീറ്റർ. എങ്ങനെ? മോട്ടറിന്റെ മീത്ത് വെച്ചിട്ടല്ലേ? എങ്ങനെയാ? മോട്ടറിൽ ചെയ്തിരിക്കുന്നല്ലേ? ഏതിലും നോക്കാം. അപ്പം മറ്റേ എന്താ ഞാൻ പറയാൻ വേണ്ടിണ്ടായേ? ഞാൻ മറന്നുപോയി. ഡിസ്റ്റൻസ് മെഷർ ആക്കാൻ പറ്റും. താങ്ക്സ്, മൈൻഡിനെ ഷെയർ ആക്കിയിട്ടുണ്ടോ? ഡിസ്റ്റൻസ് മെഷർ ആക്കാൻ പറ്റും. ഡിസ്റ്റൻസ് മെഷർ ആക്കിയിട്ട് എക്സാക്ട് എത്ര സെന്റിമീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒബ്ജക്ട് ഡിറ്റക്ഷൻ റോബോട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അതാണ് സംഭവം. അൾട്രാസോണിക് HCSRF എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം
നമുക്ക് ആദ്യം എല്ലാ ആൾക്കാരും ഈ ഒരു അർഡിനോ ബോർഡ് എടുത്തിട്ട് നിങ്ങൾ ലാപ്പിൽ ഒന്ന് കണക്ട് ചെയ്തേ. ലാപ്പില് USB പോയിന്റ് കണക്ട് ചെയ്തേ. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതല്ലല്ലോ, ഇതല്ല. ഓക്കെ, പുതിയൊരു വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് എല്ലാവരും വെച്ച് ചെയ്തോ? കണക്ട് ചെയ്തോ? ചെയ്ത്. അജയ് കിടന്നിട്ട് നോക്കല. അജയ് നേരെ ഇരിക്ക്. അജയ് വീട്ടില് വന്നിട്ട് തന്നെ ബെഡിനെ പുറത്ത് ചാടും. കിടക്കല. എല്ലാരും ക്യാമറ ഓൺ ആക്കിയേ. കിടന്നിട്ടാണ് ക്ലാസ് നോക്കുന്നേ. അല്ല, ഞാനും നോക്കലുണ്ട്, പക്ഷെ നോക്കിക്കൂടെ നോക്കണത് പറഞ്ഞൂടല്ലോ. ഗതികേട് മനസ്സിലാക്കണല്ലോ. സ്പേസിലുണ്ടോ? സ്പേസിലുണ്ട്. അല്ല എന്തായാലും കടന്നു നോക്കാനല്ലോ. അപ്പൊ ഞാൻ ഓണൊക്കെ ഉണ്ടല്ലോ. ഞാൻ കുപ്പായിട്ടിരിക്കുകയാണ്. അജയ് ബോഡി ഷോ. എന്താ നിക്കടാ. ഞാൻ കൊണ്ടുവന്ന അർഡിനോട് വർക്ക് ചെയ്യുന്നില്ല. കുഴപ്പമില്ല. അതിലേ നാളെ വരുമ്പോ നിന്റെ അർഡിനോ കൂടെ കൊണ്ടുവരണം കേട്ടോ. രാവിലെ പോയിട്ട് എടുക്കാൻ വയ്യ. ലാബ് എടുത്തോ. മറ്റേ ഞാൻ എടുത്ത് മാറിപ്പോയി നോക്കിച്ചതാ. അപ്പൊ എന്തെങ്കിലും വീട്ടില് വേറെ ഒന്നുമില്ലേ? ഞാൻ വേറെ ഒന്നുമില്ലേ? ഒരു സംഭവം മനസ്സിലാവും, എന്നാലും മനസ്സിലാവും. എന്താ കാരണം ഇത്ര ബോർഡ് ഉണ്ട്. ഇത്ര ബോർഡ് ഉണ്ട് നിയമ കണ്ടാ. ഇതൊക്കെ ഒന്നും കൂടി എല്ലാം ചത്തതാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഡിനൊന്നും ഉപയോഗിക്കില്ലല്ലോ. കുഴപ്പമില്ല. പോട്ടെ. അപ്പം ശ്രദ്ധിച്ചോ, അർഡിനോ കൂടെ എല്ലാരും കണക്ട് ചെയ്തോ? കണക്ട് ചെയ്തില്ലേ? നിങ്ങൾ കിണിങ്ങിണിന്ന് സൗണ്ട് കേട്ടില്ലേ? കിണിങ്ങിണി സൗണ്ട് കേട്ടില്ലേ? നോക്കിയേ. സൗണ്ട് ഇല്ല. ഒരു ലൈറ്റ് കത്തുന്നു, മറ്റേ മിന്നിക്കൊണ്ട്. ലാപ്പിലാണ് സൗണ്ട് കേൾക്കട്ടെ. അതിന് സൗണ്ട് ഒന്നും കേൾക്കില്ല. കേട്ടിനാ നിങ്ങോ? കേട്ടില്ലേ? പറ. കേട്ടിനാ? ഞാൻ കേട്ടില്ല. നോക്കട്ടെ. എടാ നല്ല മുറുക്ക കണ്ടിടണം കേട്ടോ.
ആ സൗണ്ട് കേൾക്കണം. ആരോ കേട്ടു. ആ അന്നേരം സൗണ്ട് കേട്ടു പക്ഷെ പോക്ക് ഡിസ്കവർ ചെയ്തിട്ടാ. ലൈറ്റ് വന്ന് സൗണ്ട് അടിച്ചോ? സൗണ്ട് കേട്ടിട്ടാ. ലൈറ്റ് സൗണ്ട് അടിച്ചു. എന്റെ സൗണ്ട് കേട്ടു പക്ഷെ പോട്ടില്ല, അത് ഡിസ്കവർ ചെയ്തിട്ടാണ്. ആ ഡിസ്കവർ അല്ലല്ല, അവിടെ എത്ര കോംബോ അത്തായി കാണിക്കുന്നടാ? കോംബോട്ട് എത്രയാ കാണിക്കുന്നത്? പോർട്ട് നമ്പർ നോക്കി. അവിടെ പോട്ടൊന്നും കാണുന്നില്ല പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല ആപ്പില്. ഓക്കെ അത് നമുക്ക് സോൾവ് ആക്കാം. ഓക്കെ, ഒരുപാട് പ്രശ്നം ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണത്. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായത്. എല്ലാവർക്കും ഞാൻ ശരിയാക്കി തരാം. ഒന്നാമത്തെ പ്രോബ്ലം, എല്ലാരും ലേറ്റ് വരുന്നുണ്ടല്ലോ. ഏത് കളറാ? ചുവന്നായിരിക്കും ചിലപ്പോ. ചോപ്പ് ഞങ്ങക്ക് വേറെ കളറാണ്. കണ്ടല്ലേ, ഇത് വർക്ക് ചെയ്തൊരു ബോർഡാണ് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ശ്രേയസേ ഓക്കെ. ശ്രദ്ധിച്ചോ നിങ്ങക്ക് ഇവിടെ ഞെക്കുമ്പോ എല്ലാവരും സ്ക്രീനിലൊക്കെ പോയിട്ട് ഇതിനൊക്കെ അപ്പൊ ഇവിടെ കോം 9 കോം 12 അങ്ങനെ എന്തെങ്കിലും എഴുതണോ? കോം എഴുതിയിട്ടില്ലത് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അല്ലെന്നെ എഴുതിട്ട് കാണിച്ചിട്ടല്ല. കോം 3 ഉണ്ടോ? ശ്രദ്ധിക്കേ, അവിടെ എന്ത് എഴുതാത്തവർക്ക് ഒന്നും ചെയ്യണ്ട. അവിടെ ഒന്നും എഴുതിയിട്ടില്ല. നിക്ക് പറയട്ടല്ല, അവിടെ എന്തും എഴുതാത്തവരൊന്നും ചെയ്യണ്ട. എഴുതി വരുമ്പോ ആർക്കാ കോം 3 എന്നുള്ളത്? അഭിനന്ദന് കോം 3. അങ്ങനെ ഇല്ലവര് ആ കോം 3 സെലക്ട് ആക്കാം, ക്ലിക്ക് ആക്കാം. ക്ലിക്ക് ആക്കില്ലേ, അപ്പൊ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഒന്നിനോ അവിടെ ഇവിടെ സെർച്ച് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണോ? പറയട്ടെ. ഇവിടെ സെർച്ച് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അപ്പൊ ഏത് ബോർഡാ ഉപയോഗിക്കുന്നേ? ആർഡിനോ യൂനോ. അത് സെർച്ച് ആക്കാം. ആർഡിനോ യൂനോ ഇവിടെ വന്നിട്ടുണ്ടാവുമല്ലോ. മറ്റേ ആർഡിനോ BT എന്ന് പറഞ്ഞ ആർഡിനോ യൂനോ അല്ല, ആർഡിനോ BT എന്ന് പറഞ്ഞോ. അല്ല, ആർഡിനോ യൂനോ തന്നെയാണ്. അപ്പൊ ആ സെർച്ച് ബോർഡിൽ ഞാൻ ചെക്ക് ആകും മറ്റേ ആർഡിനോ BT. പറയട്ടെ, ആർഡിനോ യൂനോ സെർച്ച് ചെയ്യും, അത് വരണം. ഈ കോം 3 വരണ്ടേ? വന്നിട്ടില്ലേ? കോം 3 ആണെന്ന് കോം ഏത് നമ്പറും ആവാം. കോം 3 ഇല്ലേ? സെലക്ട് ആക്കി ഇത് ഓക്കെ അടിക്കും. അവിടെ താഴെ ഇടാ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാളോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങളുടെ എസ് അടിച്ചോട്ടാ. താഴെ വരും കേട്ടോ. അത് അതിലേക്ക് വരണമെന്നൊന്നുമില്ല. ഓക്കെ ആണോ? ഇത്ര പറഞ്ഞു ഓക്കെ ആണോ? ആർക്കെങ്കിലും കോം വന്നിട്ടുണ്ട്? ശ്രേയസിന് വന്നിട്ടുണ്ട്, അഭിനന്ദന് വന്നിട്ടുണ്ട്, പിന്നെ ആർക്കും വന്നിട്ടില്ലേ? അജയ്ക്ക് വന്നിട്ടുണ്ടാ? മിലേഖിന് വന്നിട്ടുണ്ട്. പിന്നെ സൂര്യേസിന് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മഴടാ. അത് രണ്ടാമത് പറയൂ, അങ്ങ് മനസ്സിലായിട്ട് എന്ത് ചെയ്യും? ഇവിടെ മഴ ഭയങ്കര മഴ. ഇടിയുണ്ട്. ഞാൻ പോട്ടോ എന്നോണ്ട് പേടി. മമ്മിയോട് പറയട്ടെ. അമ്മേ മഴ പെയ്യുന്നു, നല്ല മഴ. ഒറ്റ സെക്കൻഡ് ഒപ്പ് വരാം. ഹലോ ഓൾ. അജയ് നമ്മ ഉണ്ടാക്കുന്നത്
എടാ ഞാൻ ചാർജ് ഇച്ചിരി ഊരിച്ച് നോക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ഓക്കെ ആണോ? മെയിൻ സെലക്ട് മോഡ് എടുക്കറോ? ഓണില് വന്നിട്ടാണ്. ഹലോ ഹലോ ആ പറ. ആ ഹലോ കേക്കുന്നേ. പറ. അതില് ആ സെലക്ട് മോഡ് ക്ലിക്ക് ചെയ്യാറോ? എടാ അഖിലേ, ഇതാ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടോ? ആ അത് ക്ലിക്ക് ചെയ്. ചെയ്തു. നിനക്ക് എന്തിനാ വന്നിട്ടില്ലേ? ബോർഡ് ആൻഡ് പൊട്ടുന്നുണ്ട്. നേരെ കണക്ട് ഉണ്ടായില്ല. അങ്ങോട്ട് വിളിക്കാം. കുറച്ച് നേരെ പിടിക്കും. എടാ അഖിലെ, നീ നിന്റെ ലാപ്ടോപ്പിൽ തന്നെ കേറോടാ. നിന്റെ ലാപ്ടോപ്പിൽ തന്നെ കേറിയാ മതില്ലെങ്കിൽ. ലാപ്പിലാ? അല്ല ഞാനുണ്ടാ പറയട്ടെ. നിന്റെ വന്നിട്ടാ അല്ലേ? ബോർഡ് കണക്ടാക്കിയാ? നോക്കട്ടെ. നീ നിക്ക് അഖിലവിടെ സ്റ്റോപ്പ് ആവും. ഞാൻ പറയാം, ഒരു മിനിറ്റ്. കോമെന്ന് എഴുതിയവർക്കെല്ലാം ഇപ്പൊ ഓക്കെ ആണോ? ആയവർ ജസ്റ്റ് മെസ്സേജ് ചെയ്യും. ഓക്കേന്ന് മെസ്സേജ് ചെയ്യും. കോമെന്ന് വന്നവർക്ക് ശരി, അവര് ഓക്കേന്ന് മെസ്സേജ് ചെയ്യും. വിലേഖനായി എല്ലാവരും ചെയ്. അഭിനന്ദനം. ഓക്കെ, നൈസ്. ഇടക്കിടക്ക് കട്ടാം, മഴ നെറ്റ് പോകുന്നത് മഴ പെയ്യുന്നോണ്ട് കിട്ടുന്നില്ല. രണ്ടാക്കോത്ര ശരിയായിട്ടു? ആകെ രണ്ടാക്കോത്ര ശരിയായിട്ടു? മൂന്നാക്ക് ശ്രേയസിനായി 1 2 3 4 ആൾക്ക് മാത്രം ശരിയായിട്ടു. ബാക്കി എച്ചരൊക്കെ കോമ ഇവിടെ കാണിച്ചു തന്നില്ല. ഉറപ്പാണോ? കാണിക്കുന്നില്ല. അവിടെ സെലക്ട് ബോർഡ് എടുത്ത് അഡ്രിനോ ഇന്നലെ അല്ല അത് ഓക്കെ അടിച്ചിട്ടാകുമ്പോ അതെ അവിടെ എന്റെ പേര് വന്നു എന്റെ ഓക്കെ എടുത്തിട്ടാണ്. ഓക്കെ ആണോ? ഐ മീൻ ഓക്കെ അല്ല അല്ലേ, സോറി. അപ്പം ഓക്കെ. ഇനി കോമ വരാത്തവര് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ലാപ്ടോപ്പില് ഒരു USB പോർട്ട് മാത്രം അല്ലല്ലോ ഉള്ളത്. 2 എണ്ണം കുറച്ചാൾക്ക് 3 ആളുകളും ഉണ്ടാവും അല്ലേ? അതിൽ നിന്ന് ഊരിയിട്ട് വേറെ ഒന്നിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ അർഡിനോന്ന് ഊരിയിട്ട് ഒന്നും കൂടി നല്ല ടൈറ്റിൽ ഒന്ന് കണക്ട് ചെയ്യും. മറ്റേ അർഡിനോന്ന് ഈ ഒരു പോയിന്റില് ഇവിടെ ഇല്ലേ, ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. അത് നല്ല മുറുക്കാണ് കേട്ടോ. പൊളിഞ്ഞ നല്ല ടൈറ്റിൽ കണക്ട് ചെയ്യണം. ടൈറ്റില് കേട്ടാ, നല്ല ടൈറ്റില് കണക്ട് ചെയ്യാം. ഓക്കെ. ഹലോ. പറ ഷാസിലെ. ഞാനിപ്പോ ചെയ്യലും കഴിഞ്ഞു. ചുമയില് ഫുള്ളായി ഹോസ്പിറ്റലിൽ പോകും. ഓ അതെ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാ, നീ പേടിക്കണ്ട കേട്ടോ. പിന്നെ നിന്റെ ഉമ്മ മറ്റേത് ക്ലാസ് കേട്ടോളാം. എങ്ങനെ ചെയ്യുന്നില്ല, ക്ലാസ് കേട്ടോ. ഓക്കെ. പിന്നെ നിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് അതൊന്നും ചെയ്യാം, നീ പേടിക്കണ്ട കേട്ടോ. ഓക്കെടാ, അപ്പൊ റെസ്റ്റ് എടുത്തോ. ഓക്കെ. അപ്പം അങ്ങനെ ഓക്കെ, ഞാൻ പറഞ്ഞത് ചെയ്തോ? ഞാൻ ശിവേന്ന് കഴിഞ്ഞ ആഴ്ച എന്തിടാ സെൽഫ് ഡ്രൈവിംഗ് കാറ് ചെയ്തിട്ടുണ്ടാ? കഴിഞ്ഞ മാസം ചെയ്തത്. ഓക്കെ. മറ്റേ നിങ്ങളതിലല്ല മുമ്പ് KL ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയുടെ അതിപ്പോ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെയ്തോ? ഇത് വന്നോ? ആ സാധനം വന്നോ? ഇല്ല.
വന്നില്ല. അല്ല നാം മുമ്പ് ചെയ്യുമ്പോൾ നിന്റെ ആ സെയിം പ്രശ്നമല്ലേ ഉണ്ടായത്? അതെ അതന്നെ ഉണ്ടായത്. നിന്റെ സെയിം പ്രശ്നമല്ലേ മുമ്പ് ഉണ്ടായതല്ല നമ്മ ലാബിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോ? അതെ അതന്നെ ഉണ്ടായത്. ഡിവൈസ് മാനേജറിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഡിവൈസ് മാനേജറിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനിയത്ത് കാണുന്നില്ല. ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. അലന്റെ എനിക്ക് മുമ്പ് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ചിലപ്പോ ആപ്പിന്റെ പ്രശ്നമൊക്കെയാണ് ഏറ്റവും ഉള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ചെയ്തോ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ? വന്നിട്ടുണ്ടായിരിക്കെങ്കിലും. ഓക്കെ മിലേക്ക് മനസ്സിലായിടാ, മനസ്സിലായി കേട്ടോ. വന്നിട്ടുണ്ടാ? ഒരിക്കൽ നിങ്ങൾ ചെയ്യുവാ നിങ്ങൾ സെലക്ട് ബോർഡ് അടിക്കാ. അപ്പൊ ഇടാ മറ്റേ കോം എന്നിട്ട് എഴുതിട്ടുണ്ടാവും. കോം എഴുതിട്ടുണ്ടാ? നോക്കിയേ. ഇല്ല. ഒന്നും എഴുതിച്ചാ? ഇല്ല. ഇത് മാത്രമേ എഴുതിച്ചോ? സെലക്ട് അതർ ബോർഡ് ആൻഡ് പോർട്ട്. അത് മാത്രമുണ്ട്. നീടെ സ്റ്റോപ്പ് ആക്ക്. ബാക്കി ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എക്സ്ട്രാ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വേഗം പറഞ്ഞേ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? എടാ സംസാരിക്കടോ. എന്താ മിണ്ടാ എല്ലാരും ഇങ്ങനെ. ഓക്കെ ദേവാഗി സൂര്യദേശിന് വന്നിട്ട് ഓക്കെ ആണല്ലേ? അല്ല നേരത്തെ ഓക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് ആക്കിയാൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, അല്ലെങ്കിൽ ഇല്ലാന്ന് പറ. അഖിലിന് വന്നിട്ടാ? അഖിലിന് ഓക്കെ മനസ്സിലായിടാ, വന്നിട്ടാ. ബാക്കി ആരെന്ത് സംസാരിക്കാത്തേ? ശ്രേയസിനായില്ലേ? ശ്രേയസിനായി. ഓക്കെ ബാക്കി ആരില്ലേ? അർഷത്തിനായോ? അർഷത്തിന് കിട്ടിയിട്ടില്ല. അജയ്ക്ക് കിട്ടിയിട്ടില്ലേ? ശിവേന്ദ് ഓക്കെ ഓർഡർ ആക്കണത്. മിലേഖിന് ഓക്കെ എന്ന് പറഞ്ഞു. സുപ്രിയത്തിന് ലാപ്പില്ല. ശ്രേയസ് അങ്ങനെയായി ഓക്കെ ആയി. ശിവേന്ദ്രന് കിട്ടാണ്ട്. മിലേഖിന് ഓക്കെ ആയി. അർഷത്തിനില്ല. സൂര്യദേശിനായി. അതുല് അലന് പ്രോബ്ലം ഉണ്ട്. അഖിലിനും പ്രോബ്ലം ഉണ്ട്. അജയ്ക്ക് കിട്ടിയിട്ടില്ല. അഭിനന്ദന് ഓക്കെ. അപ്പൊ രണ്ടാക്കാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അല്ലേ? ആർക്കെല്ലാം? അലനും അഖിലിനും അല്ലേ? ഓക്കെ ആ രണ്ടാൾക്കാരും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാ. ഡിവൈസ് മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് USB സീരിയൽ പോർട്ട് കണ്ടിന്. നിക്ക് പറയട്ടെ. നീ ആര് അലനെ നിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റൂടാ? ഞാൻ ലാപ്പിലല്ല. അല്ല അല്ലെ? അതില് നീ ലാപ്പ് ഉണ്ടോ അടുത്ത്? നീ ആ സ്ക്രീൻ ഷെയർ ആക്കിയടാ. ഞാൻ പറയട്ടെ. ഈ സമയത്താണ് എന്റെ ഈ ലാപ്പ് മാറ്റാൻ വന്നത്. മാക്ബുക്കടാ. മാക്ബുക്ക് എടാ എന്റെ കേട്ടല്ലോ. ഒന്നുമില്ല, വെറുതെ മനസ്സിലാ. എന്റെ മുമ്പത്തെ ലാപ്ടോപ്പ് ഒരു കൊല്ലം ആയിട്ട് അടുത്തിട്ട്. അത് RTX 3050 6GB RAM 16GB RAM 512GB SSD ഫുൾ HD ഡിസ്പ്ലേ, പിന്നെ NVMe സ്ലോട്ട്, സിംഗിൾ RGB കീബോർഡ്, അങ്ങനെ പക്ക സാധനമായിരുന്നു. പിന്നെ അതിന്റെ കുഴപ്പമില്ലാതെ എടുത്തുന്നില്ല. ഇതിപ്പോ പാങ്ങില്ല അല്ലേ? കുഴപ്പമില്ല, പാങ്ങണ്ട്. പക്ഷേ ഇല്ലേ ഇത് ഞാൻ മറ്റേ ആ ലാപ്ടോപ്പ് അങ്ങനെയൊന്നുമില്ല താജയ്. ആ ലാപ്ടോപ്പ് എടുത്ത സമയത്തില്ലേ, അത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. ഞാൻ GTA 5 100 FPS കളിച്ചതില് മനസ്സിലായില്ലേ? പിന്നെ വളറോണ്ടല്ലേ 200 FPS പോകുന്നുണ്ടായിന്. പിന്നെ നമ്മുടെ ഇതില്ലേ CSGO 75 FPS പോകുന്നുണ്ടായിരുന്നു. പിന്നെ വൺസ്യൂമടെ തന്നൊരു ആപ്പ് ഉണ്ട്.
അതും 100 FPS എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അത്ര നല്ല ആപ്പാണ് അത്. പക്ഷേ അത്ര ഹെവി ലാപ്ടോപ്പ് ആയതുകൊണ്ട് അതിൽ ബാറ്ററി ബാക്കപ്പ് ഇല്ല, എപ്പോഴും പ്ലഗ്ഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെ പോയാലും എനിക്ക് പ്ലഗ് ആക്കണം. പക്ഷെ ഞാൻ ഈ എത്ര 80% സമയത്ത് ഞാൻ ട്രാവലിംഗ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അതിന്റെ അടുത്തേക്കൊക്കെ ബാക്കിയുള്ള കോഡിങ്ങും എല്ലാം ഞാൻ ചെയ്യുന്ന ട്രാവലിംഗ് സമയത്താണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടം. അപ്പൊ എല്ലായിടത്തും പ്ലഗ് ഇടാൻ നിർബന്ധമില്ല. എല്ലായിടത്തും മറ്റേ എന്താ പറയല് നേരെ പവർ സെക്ഷനിൽ ഉണ്ടാകാൻ നിർബന്ധമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാക്കിലേക്ക് സ്വിച്ച് ആയത്. മനസ്സിലായോ? അതേപോലെ തന്നെ എനിക്ക് ചെറുതാണ് കുറച്ച്, കയ്യിൽ തന്നെ പിടിച്ചിട്ട് പോവാം. വലിയ വലിയ കൂമാരാൻ പോലത്തെ ബാഗ് ഒന്നും എടുത്തിട്ടൊന്നും പോണ്ട. പിന്നെ ഇതും മറ്റേ ഇതിന്റെ മാക്കിന്റെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് വളരെ വളരെ അല്ല, നിങ്ങൾ ഇപ്പൊ അങ്ങനെ മൊബൈൽ സ്വിച്ച് ക്ലാസ്സിന്റെ സമയങ്ങളല്ല, ഞാൻ ബയ്യ കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഉറപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം. വളരെ ഒരു ക്ലിയർ നല്ല പക്ക സാധനമാണ്. ബയ്യ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലായിരിക്കും? ആ അതിലെ നീ ഒന്ന് സ്ക്രീൻ ഷെയർ ആയിക്കോളാം. അതുകൊണ്ട് മാത്രമേ ഞാൻ മാക്ക് എടുത്തേ കേട്ടോ. എന്ത് ഷെയർ ആക്കണ്ടേ? സ്ക്രീൻ ഷെയർ ആക്ക്. ആടുന്നല്ലേ? ആ അതിന്റെ ലാപ്ടോപ്പിന് സ്ക്രീൻ ഷെയർ ആക്ക്. എന്റെ സ്ക്രീൻ ഷെയർ ആക്ക് കേട്ടോ. എന്റെ സ്ക്രീൻ ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും അവന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. അതിൽ കാണിക്കുന്നവരെ കാണിക്കാം ഞാൻ. അങ്ങനെ ചെയ്യാം. എല്ലാവരും ഡിവൈസ് മാനേജർ പോവാ. അതിലെ ഡിവൈസ് മാനേജർ എടുക്ക്. വിൻഡോസിൽ പോവാ. അത് ആപ്പ് താഴെ സെർച്ച് ബട്ടണിൽ പോയിട്ട് ഡിവൈസ് മാനേജറിന് സെർച്ച് ആക്കാം. താഴെ സെർച്ച് ബട്ടണിൽ പോയിട്ട് ഡിവൈസ് മാനേജറിന് സെർച്ച് ആക്കാം. കാണുന്നില്ലേ? നീ സെർച്ച് ഇല്ല, നീ സെർച്ച് ആക്കുന്നുണ്ടാ? അല്ല, നിന്റെ സ്ക്രീൻ കാണുന്നുണ്ട്. നീ സെർച്ച് നീ എന്റെ സ്ക്രീൻ ഷെയർ ആക്കണോടാ. എന്റെ സ്ക്രീൻ ഷെയർ ആക്ക്. എല്ലാവർക്കും ഒരു പ്രശ്നം ഫസ്റ്റ് വരും കേട്ടോ. അഖിലേ പേടിക്കണ്ട കേട്ടല്ല. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വന്ന് കൊറേ ട്രൈ ചെയ്തതല്ലേ. അത് നോക്കിയതായാലും ആരെ അല്ലടാ, പഴയതും പുതിയതും ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെയാണ്. അതിലെ നീ മറ്റേ അവിടെ താഴെ സെർച്ച് ആക്കി ഡിവൈസ് മാനേജറിൽ സെർച്ച് ആക്കി എല്ലാവരും. ഡിവൈസ് മാനേജർ അത് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ അടിക്കാം. അഖില ചെയ്യുന്നുണ്ടോ അതിലെ? അഖിലേ യെസ്. അതിന് താഴെ അവിടെ കണ്ടില്ലേ പോർട്ട് ആൻഡ് കോം? അവിടെ ഒരു ഓപ്ഷൻ കണ്ടോ? അതെടുക്കാം. അപ്പൊ അവിടെ കണ്ടോ USB സീരിയൽ CH340 അങ്ങനെ വരുന്നുണ്ടോ? ഓക്കെ എല്ലാവർക്കും? ഒരു മിനിറ്റ്. എന്തായി? അല്ല അഖില നോക്കുന്നുണ്ടോ? എന്തായി കിട്ടുന്നുണ്ടോ? അല്ലേ നിനക്ക് ഡിവൈസ് മാനേജറില് ഡിവൈസ് മാനേജർ പോർട്ട് ഓപ്ഷൻ കണ്ടോ? പോർട്ട് പോർട്ടില്ലല്ലോ. നോക്ക്. എനിക്കൊരു USB സീരിയൽ പോർട്ട് കണ്ടായിരുന്നു. USB സീരിയൽ പോർട്ട് CH340 COM3 അങ്ങനെ കേട്ടിട്ടുണ്ടാവും.
കോം 3 എന്നല്ല. അങ്ങനെയൊന്നുമില്ല. നീ എന്താ എഴുതിയ കാണിക്കറോ? അല്ലേ എഴുതിയ കാണിക്കറോ? അഖില നിനക്ക് എന്താ എഴുതിയിട്ടില്ലേ? മൊബൈലിന്റെ ബാക്ക് ക്യാമറയും പ്രശ്നം. നാളെ മുതൽ രണ്ടാൾക്കാരും ലാപ്ടോപ്പിൽ തന്നെ ക്ലാസ് കേൾക്കണം, സ്ക്രീൻ ഷെയർ ചെയ്യണം കേട്ടോ. അതാണ് പ്രൊഫഷണൽ മെത്തേഡ്. ഓക്കെ. അഖിലേ കാണിക്കേ എന്തായി? ഇത് വന്നു. എന്തി ഇതല്ലേ നീ സെർച്ച് ഇതെന്ത് സാധനം? ആടല്ല അതല്ലടാ. അവിടെ വിൻഡോസിൽ അവിടെ പോയി ഡിവൈസ് മാനേജർ സെർച്ച് ആക്കുക. ഡിവൈസ് മാനേജർ സെർച്ച് ചെയ്യും. അത് ഓപ്പൺ ആക്ക്. അത് ഓപ്പൺ ആക്കി. അതിൽ കോം ആൻഡ് പോർട്ട് പറഞ്ഞ സാധനം കണ്ടോ? കോം ആൻഡ് പോർട്ട്, USB സീരിയൽ പോർട്ട് വരുന്നുണ്ടോ? കണ്ടോ നീ? കോമാൻഡ് പോർട്ടല്ലേ? അത് ക്ലിക്ക് കണ്ടിട്ടാലോ. എടാ അതിൽ എന്നോട് കാണിച്ചതില് അതില് പ്രസന്റേഷൻ നോക്ക് നീ. നോക്കതാ കണ്ടോ? പോർട്ട് ആൻഡ് കോമ കണ്ട താഴെ പോർട്സ് ഇതാടാ പോർട്ട് കണ്ടോ? കാണിക്കുന്നുണ്ടോ? അതെടാ പോർട്സ്. എടാ നിന്റെ ക്യാമറ നേരെ കാണിക്കണം. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. നീ നോക്കറോ? അത് നീ കാണിക്കണോ നേരെ? കണ്ടോ? നോക്കട്ടെ ചെറിയ സ്ക്രീൻ കാണാം. അതടാ പോർട്ട് ഉണ്ടല്ലോ, നെറ്റ്വർക്ക് അതാ. അതില് കോം അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നോക്കട്ടെ. പോർട്ടൊന്നും ഇല്ലല്ലോ ഇവിടെ. നിന്റെ താഴെ എന്തിയടാ? അതർ ഡിവൈസസിന്റെ താഴെ എന്തില്ലേ? അത് ഡിവൈസിന്റെ താഴെ സ്ക്രോൾ ആക്കറോ? കുറച്ച് താഴേക്ക് സ്ക്രോൾ ആക്കറോ? മതി. നല്ല മഴ. നോക്കറോ? അവിടെ നോക്കറോ? ഇടക്കിടക്ക് ഡീം പോർട്ട് നോക്കിയേ. പോർട്ട് ഉണ്ടോ? പോർട്ട് ഇല്ലല്ലോ. ഇല്ലേ? ഇവിടെ ഉണ്ടാവൂടാ പോർട്ട് ഉണ്ടാവാൻ നിക്കില്ല. ഞാൻ രാവിലെ അങ്ങനെ മീറ്റില് കയറണെന്ന് പഠിപ്പിച്ചു അത് കേറ്. എടാ അഖിലെ പണ്ടാര നിന്റെ സ്ക്രീൻ ഫ്ലിപ്പാക്ക്. കാണുന്നില്ലടോ, വായിക്കാൻ കിട്ടുന്നില്ല. ഞാൻ എത്ര അടുത്തില്ലേ നോക്കറോ? അത് വായിക്കാൻ കിട്ടുന്നില്ല. അത് ഓക്കെ ശരിയാക്കട. ചെറിയ പരിപാടിയാണ്. അലന്റെ വന്നിച്ചല്ലോ. അല്ല ഇതിന്റെ കോം 5 വില്ലേജിന്റെ നീ നോക്കണ്ട. വില്ലേജ് നിന്റെ ഓക്കെ റെഡി ആയില്ലേ? പിന്നെ എന്താക്കണം കേട്ടോ? വില്ലേജ് ഓക്കെ അല്ലേ? ഓക്കെടാ. ബാക്കി ശ്രദ്ധിക്കാം. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നീ അപ്പഴേക്കടാ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അർഡിനോ ബോർഡില് ഇവിടെ ഒരു LED ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചുവന്ന LED ഉണ്ട്. ഇവിടെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ആ LED അല്ല, ഇവിടെ വേറൊരു LED ഉണ്ട്. അതിനാ 1 സെക്കൻഡ് ഓൺ ആക്കണം, 1 സെക്കൻഡ് ഓഫ് ആക്കണം, 1 സെക്കൻഡ് ഓൺ ആക്കണം, 1 സെക്കൻഡ് ഓഫ്. സീരിയൽ പോർട്ട് അതാ? സീരിയൽ പോർട്ട് അതാ. ഓക്കെ, അത് ഓപ്പൺ ആക്കിട്ട് സീരിയൽ പോർട്ടാ കാണിക്കടാ. നീ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കേ. PC ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇല്ല. നീ ഫോട്ടോ അയക്കാം. എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയക്കേ. അതെനിക്ക് ഇല്ല. ഫോട്ടോ അയക്കാം. ക്ലിയർ ഇല്ലടാ. നീ ഫോട്ടോ അയക്കേ.
ഫോട്ടോ ഇക്കണ ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ടോ. ഗ്രൂപ്പിൽ തന്നെ കേട്ടോ. ആ ശ്രദ്ധിക്ക, നമുക്ക് ഈ ഒരു അർഡിനോ ബോർഡിൽ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു LED ഉണ്ട്. അതിന് ഓൺ ആക്കാനും ഓഫ് ആക്കാനാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പം 10 മണി ആയിട്ടുണ്ട്, ഒരു 10 കാലങ്ങളൊക്കെ തീർക്കുന്ന ഇതിലാക്കാം. അഖില ഇവിടെ ഹോൾഡ് ആക്കി വെച്ചോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ചെറിയ പരിപാടിയാണ്, കുറച്ച് സമയം എടുക്കുന്നില്ലോ. അഖിലയുടെ ഹോൾഡ് ആക്കി വെച്ചോ. ബാക്കിയുള്ള ശ്രദ്ധിക്ക. ഫയൽസിൽ പോവാ, സ്കെച്ച് ബുക്കിൽ പോവാ, അല്ലല്ല എക്സാമ്പിൾസിൽ പോവാ. അയച്ചു. ഒന്നുകൂടെ. ആ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോ, ബാക്കിയെല്ലാം ശ്രദ്ധിച്ചോ. അഖില അത് വിടുന്നേ, നീ ഞാൻ പറഞ്ഞ ആപ്പിൽ ചെയ്യും. ആപ്പിൽ ഫയൽസിൽ പോവാ, എക്സാമ്പിൾസിൽ പോവാ, ബേസിക്സിൽ പോവാ, ബ്ലിങ്ക് എടുക്ക. ഒന്നുകൂടെ, ഫയൽസിൽ പോവാ, എക്സാമ്പിൾസിൽ പോവാ, ബേസിക്സിൽ പോവാ, ബ്ലിങ്ക് എടുക്ക. എത്തിട്ടുന്നില്ല. ബ്ലിങ്ക് എടുക്കാം. ക്ലിക്ക് ചെയ്യാം. കണക്ട് ആയ എല്ലാവരും എടുക്കണം. എല്ലാവരും എടുക്കണ്ടത്. എല്ലാവരും എടുക്കുക. ക്ലിക്ക് ആക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വന്നോ? ലൈക്ക് വന്നോ? വന്നു. ഓക്കെ, അഖിലിന്റെ ഫോട്ടോ ഞാൻ നോക്കട്ടെ. അഖില് ഫോട്ടോ എടുത്തോടാ. ഓക്കെ, ആ ഈ ഒരു കോഡ് കിട്ടില്ലായിരിക്കും, കണ്ടില്ലേ? ഇത് അപ്ലോഡ് അടിക്കാം. ഇവിടെ കോമൺ പോർട്ടൽ സെലക്ട് ആക്കിയിട്ടുണ്ടാണ്. അർഡിനോ യൂണോ സെലക്ട് ആക്കണം. സെലക്ട് ആക്കിയിട്ട് അപ്ലോഡ് അടിക്കുക. ഇതെവിടെ അപ്ലോഡ് കണ്ടില്ലേ? ഈ ബട്ടൺ അപ്ലോഡിന്റെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഈ ഒരു ബട്ടൺ. ഞാൻ പോയിക്കോട്ടെ, കിട്ടിയ നല്ല കൂട്ടുന്നുണ്ട്. അതെയാ, ഞാൻ റെക്കോർഡഡ് അയക്കാം കേട്ടോ. ഓക്കെടാ, ശരി. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാ. അപ്ലോഡ് ആയോ? അപ്ലോഡ് ആയെങ്കിൽ ആയില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ബോർഡ് നോക്കിയേ. ഒരു LED ഇങ്ങനെ 1 സെക്കൻഡ് ഡിലേ ബ്ലിങ്ക് ആവുന്നില്ലേ? ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിലല്ലേ ഓക്കെ. ഈ 1000 മാറ്റിട്ട് 3000 ആക്കി. ഈ 1000 മാറ്റിട്ട് 3000 ആക്കി. നിങ്ങൾക്കത് കാണുന്നില്ല അല്ലേ? സ്ക്രീൻ സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അതല്ല എന്റേത് കണ്ടു. അതല്ല, നിക്കേ 1000 3000 ആക്കി. ഡിലേ 3000 ആക്കി. കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രണ്ടും 3000 ആക്കി. 3000. ഇത് ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലോജിക്ക് ഞാൻ പറയാം. 3000 ആക്കിട്ട് അപ്ലോഡ് ആക്കി. അഖില നീ അയച്ചിനാടാ, കാണുന്നില്ലല്ലോ. അയച്ചിനല്ലോ. ഉപ്പ അയച്ചിനാ. ഓക്കെ നോക്കട്ടെ. അപ്ലോഡ് ആക്കണോ?
അപ്ലോഡ് ആക്ക് അപ്ലോഡ് ആക്ക്. ഓക്കെ ഓക്കെ. FT2I USB ART FT2. ഓക്കെ. അഖിലിന്റെ ലാപ്പ് ഒന്ന് നോക്കേണ്ടി വരൂടാ. അതെയോ? വിൻഡോസ് 10 ആണല്ലേ? ഇതിന്റെ അറിയില്ല. വിൻഡോസ് 10 ആണ് ഇതിന്റെ. ഇപ്പൊ മല്ലേ മിന്നുന്നുണ്ട്. മല്ലേ അതാ ഡിലേ കൂട്ടി, സെക്കൻഡ് കൂട്ടി. മല്ലേ. അപ്പൊ അപ്ലോഡ് ആയില്ല എല്ലാരും കോഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട്, ബ്ലിങ്കിങ് ഓഫ് ആൻ LED. അപ്പൊ അഖിലിന്റെത് എപ്പോഴാണ് ശരിയാക്കി തരുള്ളത്? അത് നീ എന്റെ അടുത്ത് വേണം. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഈ ശനിയാഴ്ച ഒന്ന് മീറ്റ് ആക്കാം അഖിലെ കേട്ടാ, ലാബിലേക്ക്. നീ വാ, നമുക്ക് നോക്കാം കേട്ടോ. പേടിക്കണ്ട, ശരി. നമുക്കെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഒരു സെഷൻ, ഒരു 2-3 ഇതന്നെ ഞാൻ എന്നെ മെനക്കെടുത്തിട്ടുണ്ടാവും. അതല്ല മറ്റേത് ചെയ്തിട്ടാ. എന്ത് വേറൊന്നോ പറഞ്ഞിട്ടേ, എന്ത് വേറൊന്നോ ചെയ്യാൻ പറഞ്ഞിട്ടേ. അല്ല, അത് ചെയ്തിട്ടെങ്കിലും കാര്യമൊന്നുമില്ല അതില്ലാതെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് കേട്ടാ. ഇതിന്റെ കോഡിങ് ലോജിക്ക് നമ്മൾ നെക്സ്റ്റ് സ്വന്തം ഒരു കോഡ് എഴുതുമ്പോൾ പറഞ്ഞിട്ടാ. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള തന്നെ ഒരു ഫയലാണ്. ഫസ്റ്റ് പ്രൊജക്ട് മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാല് ഈ ഡിലേ കൊണ്ട് കുറച്ച് കളിക്കുക. ഡിലേ കൂട്ടാ കുറക്ക. ഡിലേ 1000 എന്ന് വെച്ചാൽ 1 സെക്കൻഡ് ആണ് കേട്ടോ. ഈ അർഡിനോ ഐഡിയിൽ 1000 എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാ? 1 സെക്കൻഡ് ആണ്. ഇപ്പൊ നമ്മൾ എത്ര സെക്കൻഡിലുള്ളത്? 3000 എന്ന് പറയുമ്പോ എത്ര? 3 സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട്. ഫസ്റ്റ് വളരെ ബേസിക് ആണ് കേട്ടാ. ഓക്കെ അല്ലേ? യെസ്. അപ്പം 10 എത്ര സമയത്? 10:10. ഓക്കെ. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. അപ്പോ ഇത് 1000 കുറവാക്കി എന്താവും? മില്ലി സെക്കൻഡിൽ പോകും. സ്പീഡ് സ്പീഡ് 100 ഭയങ്കര സ്പീഡ് ആവും. 10 മില്ലി സെക്കൻഡ് ചിലപ്പോൾ നമ്മുടെ കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റില്ല. അത്ര സ്ലോ ആയിട്ട് ഓൺ ഓഫ് ആവും. അങ്ങനെ എക്സ്പെരിമെന്റ് ആക്കി നോക്കണം. അല്ലൻ ഓക്കെ അല്ലേടാ? പക്ഷെ അപ്ലോഡ് ആയിട്ടല്ലോ. നമുക്ക് നോക്കാം. നീ ഒന്ന് ശനിയാഴ്ച ഞായറാഴ്ച ലാബിൽ പോവാം, നമുക്ക് നോക്കാം കേട്ടോ. അല്ല, അതിനു മുമ്പ് ചില പ്രൊജക്ട്സ് എല്ലാം ഇതിനകത്ത് തന്നെ ആക്കിന്, എന്റെ ലാപ്പിൽ തന്നെ ആക്കിന്. ആക്കിനാ? നിന്റെ വീട്ടിൽ വേറെ ആരുടെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ എങ്ങനെ ചെയ്തേ? അല്ല, അന്ന് നമ്മൾ അവിടുത്തെ അസാപ്പിന്റെ അടുത്ത് ചെയ്തിന്. അപ്ലോഡ് ആക്കിയെങ്കിൽ അതിൽ കാണിക്കട്ടിടാ. അല്ല, ഞാൻ ചെയ്യുമ്പോ ആയിട്ടല്ലോ. ESP-യിലാണ് പ്രശ്നം വന്നിനെ. ആരുടെ പ്രശ്നമില്ലായിരുന്നു മുമ്പില് വന്നിട്ടാ? അല്ല, പക്ഷെ നിന്റെ അവിടെ ഡിവൈസ് മാനേജറിലൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇല്ല, കാണിക്കുന്നില്ല. നീ ഇപ്പോ മറ്റേ വേറെ USB പോർട്ടിലെല്ലാം കണക്ട് ആക്കി നോക്കിനാ? നോക്കിന്, പക്ഷെ ആവുന്നില്ല. ആകുന്നില്ല. അതാണ് പ്രശ്നം. നിന്റെ കുറച്ച് പഴയ ലാപ്പല്ലേ. നമുക്ക് നോക്കി നോക്കാം കേട്ടാ. ഒറ്റ സെക്കൻഡ്. അലം പറ. ലാപ്പ് ഓൾഡ് ആണ് പറഞ്ഞത്. അതെ, ലാപ്ടോപ്പ് കുറച്ച് ഓൾഡ് അല്ലേ. നമുക്ക് നോക്കാം കേട്ടാ. നോക്കാം. ടെൻഷൻ എടുക്കണ്ട. അഖില നീയും ഒരു ദിവസം വാ, കാണാം കേട്ടാ. ഓക്കെ. അപ്പം സുപ്രീത് എന്തെടാ? ഞാൻ ഈ സ്ക്രീൻ ഷെയർ ആക്കുന്ന ഇതല്ലേ ESP32? അതെ, ഇതന്നല്ലേ വൈഫൈ? ഇത് ഇതന്നെ കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? അത് 10 ആക്കുമ്പോ മിന്നുന്ന കാണുന്നില്ലല്ലോ. അത് നമ്മൾ കണ്ണിന് കാണാത്തതാണ്. 10 മില്ലി സെക്കൻഡ് ആകുമ്പോ എത്ര ചെറുതായി. വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞല്ലോ. പറഞ്ഞേ.
നീ 50 കൊടുത്ത് നോക്കടാ, അപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവും. അതുകൊണ്ട് വേറെ ആർക്കും ഒന്ന് ഡൗട്ട് വരുന്നുണ്ടായല്ലോ. കാണോ? നോക്കി സേന്തേട്ട നാളെ കിട്ടുവോ കിറ്റ്? അജയിന്റെ കാഞ്ഞങ്ങാടത്തി നല്ലടാ പറഞ്ഞേ. ആ കാഞ്ഞങ്ങാടുത്ത് തന്നെ. അപ്പൊ കുറ്റിക്കോക്കല്ലേ വരുന്നേ? നീ പിൻകോഡ് ചെയ്ത് അവിടുത്തെ 6754 ആ ഇപ്പൊ കാണുന്നു. നോക്കട്ടെ. അഖിലേ അല്ല അഖിലല്ല അതുലേ അതുലേ സിംഗപ്പൂർന്ന് ഒരു ക്ലയന്റ് കിട്ടിയതാ. കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ടടാ കേട്ടാ. നാളെയോ മറ്റന്നാൾ നാളെ എത്തും മിക്കവാറും കേട്ടാ. അതെ അത് കുറ്റിക്കോൽക്കല്ലേന്ന്. അന്റെ പിൻ നമ്പർ വരുന്നത് 6754 അതിന്റെ അത്. നിന്റെ വീടാടാ അജയ്? എന്റെ കൊളിത്തെടുക്കാൻ കഴിഞ്ഞപ്പോ 6754 അതിങ്ങനെ വട്ടംതട്ട്. വട്ടം തട്ട് ആടെ എവിടെയെങ്കിലും ഇതുണ്ടോ DTDC? അത് എവിടെ വരുന്നത് ഈശ്വരാ? അത് കുറ്റിക്കോര് പിന്നെ പോസ്റ്റ് ഓഫീസിലല്ലേ? ആ DTDC നോക്കട്ടെ. ഇത് 671 67154 അല്ലേ? 671 കാസർഗോഡ് കുറ്റിക്കോല് കിട്ടാൻ ചാൻസ് കുറവാണ്. ചട്ടഞ്ചിറ എന്റെ അഭിപ്രായത്തിൽ ചട്ടഞ്ചിറ. ആ DTDC ഇരിയണി ഉണ്ടല്ലേ? ആ ഇരിയണിക്ക് വരും കേട്ടോ. ഇരിയണിക്ക് വരും. 67154 ഇരിയണിയാണ്. അപ്പൊ നിക്കെളുപ്പായല്ലോ. എടാ ഇരിയണിയിലുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇരിയണിയില്ല എനിക്ക് അറിഞ്ഞിട്ടല്ലോ. ഇരിയണി DTDC ഉണ്ടോ? ഓ ചെറുക്കട്ടോ. ചെറുക്കളാവുന്നതാ. 671 542 ഇരിയണിയ ചെറുക്കള ചട്ടഞ്ചാല ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടും കേട്ടോ. വിളിക്കും. നീ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ. മറ്റേ ഹോം ഡെലിവറി അതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ എത്തിയേ. ഒരാഴ്ചയുടെ സമയം എടുക്കും. അടുത്ത ഡൗട്ട് പറഞ്ഞോളി. പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുലേ